Hello everyone. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ യൂട്യൂബ് പോർട്ട്ഫോളിയോ അപ്ഡേറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ഇൻകം ഒക്കെ റിവീൽ ചെയ്തിട്ട് അതിൽ നമ്മൾ യൂട്യൂബ് ഇൻകം എത്ര ഉണ്ടാക്കിയെന്നുള്ള കാര്യം അത് നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പോൾ തീർച്ചയായും നിങ്ങളെ കണ്ടില്ലേ ചെക്കൗട്ട് ചെയ്യാം. അതിൽ ബേസിക്കലി പറയുന്നത്രേ ഉള്ളൂ, നമ്മുടെ യൂട്യൂബിൽ ഓരോ മാസം കിട്ടുന്ന ഇൻകം, അത് യൂട്യൂബിൽ ഡയറക്റ്റ് കിട്ടുന്ന ഇൻകം ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആയിക്കോട്ടെ, സ്പോൺസർഷിപ്പ് നിന്ന് വരെ കിട്ടിയില്ല വൈദവേ, കിട്ടുന്ന ഇൻകം ആയിക്കോട്ടെ നമ്മൾ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം മ്യൂച്വൽ ഫണ്ട്സിൽ ത്രൂ ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ടൈപ്പും മ്യൂച്വൽ ഫണ്ട്സ് നമ്മളിതിൽ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല, ഡെറ്റ് ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഫിനാൻസ് ചാനലാണ്. അപ്പോൾ ഫിനാൻസിൻ്റെ കുറേ തിയറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരോ വീഡിയോസിലായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു പ്രാക്ടിക്കൽ വശമുണ്ട്. കാരണം ഫിനാൻസൊക്കെ നമുക്ക് ആക്ച്വലി പ്രാക്ടീസിലൂടെയാണ് കൂടുതൽ പഠിക്കാൻ പറ്റുക. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ വശം ശരിക്കും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യൂട്യൂബിലെ ഈ ഒരു ഇൻകം എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമല്ല, അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ ഇതുപോലെ വീഡിയോസ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് മന്ത് ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. എല്ലാ മന്തും ഇതിൽ വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കമ്മ്യൂണിറ്റി പോസ്റ്റ് സെക്ഷനിൽ അവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ വല്ലപ്പോഴും നമ്മൾ ഒരു 3 മന്ത്സിലോ 6 മന്ത്സിലൊക്കെ ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ ഒരു സംഭവം കൂടി കിട്ടും. മാത്രമല്ല, ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ശരിക്കും അറിയുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജഡ്ജും ചെയ്യാവുന്നതാണ്. ഓക്കെ, എനിവേ നമ്മൾ ഈ ഒരു കഴിഞ്ഞൊരു മാസം വന്ന യൂട്യൂബ് ഇൻകമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് പോവാം. അതിൽ അനലിറ്റിക്സ് സെക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ ഒരു മാസം ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു. വ്യൂസ് ഇല്ല, വാച്ച് ടൈം ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഭയങ്കര ഡൗൺ ആയിരുന്നു. അതിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാനും എല്ലാം എക്സാമിനറിൻ്റെ ഡയറക്ടേഴ്സും അതുപോലെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ മാസം എക്സാമിന് തിരക്കായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ്, നല്ല ക്വാളിറ്റി കണ്ടന്റ് ഇനി അങ്ങോട്ടുള്ള കുറച്ച് മാസങ്ങൾ നന്നായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം വീഡിയോസിനെ പറ്റിയിട്ട്. ഓക്കെ, റവന്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് 39,000 ആണ്. വേറെ സ്പോൺസർഷിപ്പും കാര്യങ്ങളും വന്നില്ല. അപ്പോൾ ഈ 39,000 ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുവേര ത്രൂ ആണ് ചെയ്യുന്നത്. അത് സ്പോൺസർഷിപ്പും കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് ഏത് വേണം ചെയ്യാം. നമ്മൾ കുവേര സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ വലിയ മോശമൊന്നുമില്ല. പക്ഷേ മാത്രമല്ല, നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസിൽ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളുള്ളതുകൊണ്ട് അത് ഓവർലാപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു 67 സംതിങ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. 67 ആയിരിക്കും, 66 സംതിങ് ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്തത്. ആ 66 ഇപ്പോൾ 67 ആയിട്ടുണ്ട്. അതായത് XAR ഒന്ന് മാറ്റിക്കോട്ടെ. ആബ്സല്യൂട്ട് റിട്ടേൺസ് 1.96, ഓൾമോസ്റ്റ് 2% റിട്ടേൺ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു പൈസയിൽ ഈ ഒരു മാസത്തിൽ, വിച്ച് ഇസ് ഓൾമോസ്റ്റ് 1.3K 1300 രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരിക്കലും വിചാരിക്കരുത് ഒരു മാസം 2%, അപ്പോൾ എല്ലാ മാസം 2 അങ്ങനെ പോകുമോ? ഒരിക്കലും പോകാൻ പോകുന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെയല്ല ബിഹേവ് ചെയ്യുക. ഒരു വർഷം ചിലപ്പോൾ 50% റിട്ടേൺ തരും, മറ്റൊരു വർഷം -20% ആയിരിക്കും തരിക. അങ്ങനെ ആയിരിക്കും പോവുക. പക്ഷേ ലോങ് ടേമിൽ നിങ്ങൾക്ക് 12 to 15% റിട്ടേൺസ് ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നല്ലൊരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് 2 വീതം പോരുത്. ഇപ്പോൾ നേരത്തെ കാണിച്ച XIR എന്താണെന്ന് സംശയം ഉണ്ടാവും. XIR ഇപ്പോൾ 31% കാണിച്ചതിൻ്റെ അർത്ഥം എന്താണ്? 31% റിട്ടേൺ ഉണ്ടാക്കിയതാണ്. ഒരിക്കലുമല്ല. ഇപ്പോൾ 2% റിട്ടേൺ ആണല്ലോ ഉണ്ടാക്കിയത്. ആ 2% ഇതുപോലെ ഓരോ മാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 31% ഉണ്ടാക്കുന്നതാണ് കാൽക്കുലേഷൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, അത് ജസ്റ്റ് ഒരു ഇമാജിനറി കാൽക്കുലേഷൻ മാത്രമാണ്. അപ്പോൾ XIR ഒക്കെ കൂടുതൽ എപ്പോഴാണ് ആവശ്യം വരിക വെച്ചാൽ നിങ്ങൾ 3 years ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ എത്ര റിട്ടേൺസ് ഉണ്ടാക്കി ഓരോ വർഷവും. അപ്പോൾ ഈ 31% ആണ് അതിൻ്റെ അർത്ഥം. ഓരോ വർഷം 30% തുല്യമായിട്ടുള്ള റിട്ടേൺസ് ആണ് ഉണ്ടാക്കിയെന്ന്. നിങ്ങൾക്ക് 1 yearൻ്റെ എബോവ് ഒക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ നമ്പർ ഉപയോഗിക്കാം. ഓക്കെ, അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല ഈ നമ്പറിൽ. അപ്പോൾ നമുക്ക് വീണ്ടും ആബ്സല്യൂട്ട് റിട്ടേൺസിലേക്ക് വരാം. 2% ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട്സിലാണ് നമ്മൾ ചെയ്തതെന്ന് കൂടി നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത് തന്നെ പരാഗ് പാരിക് ഫ്ലെക്സി ഉണ്ട്. ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലാർജ് ക്യാപ്പ് ആയിക്കോട്ടെ, മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ, സ്മോൾ ക്യാപ്പ് ആയിക്കോട്ടെ, ഈ 3 കാറ്റഗറിയിലും ഫ്ലെക്സിബിൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ്. അതിൽ തന്നെ അത്യാവശ്യം മോശമില്ലാത്തൊരു റിട്ടേൺസും കാര്യങ്ങളും തന്നൊരു ഫണ്ടായിരുന്നു പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്. ഇനി അങ്ങോട്ട് ഇതുപോലത്തെ റിട്ടേൺസ് തരുന്ന ഒരു നിർബന്ധമില്ല. പക്ഷേ ഡീസൻ്റ് റിട്ടേൺസ് വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെന്താ സംഭവം, ആഡൊക്കെ വന്നിട്ടുണ്ടല്ലോ, ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, 3 yearsൽ അപ്രോക്സിമേറ്റ്ലി 18% റിട്ടേൺ വന്നിട്ടുണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ്. 5 yearsൽ 31% ആണ്. അതായത് ഓരോ വർഷം 31% തുല്യമായ റിട്ടേൺസ് ഉണ്ട്. അത് കുറച്ച് കൂടുതലാണ്. ഇങ്ങനെ അങ്ങോട്ട് കിട്ടണമെന്നില്ല. കാരണം നമ്മൾ 7 years ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ എന്തെങ്കിലും കുറവായിരിക്കും. 20%, വിച്ച് ഇസ് ഓൾസോ ഗുഡ്. 20% ഓരോ വർഷം ഉണ്ടാക്കുന്ന ബാങ്ക് FD വെച്ച് നോക്കുമ്പോൾ എന്ത് അടിപൊളിയാണ്. 10 years നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് 18% റിട്ടേൺ, വിച്ച് ഇസ് വെരി ഗുഡ്. ഇപ്പം നമ്മുടെ നിഫ്റ്റി വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി. നിഫ്റ്റി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ വിച്ച് ഇസ് വെരി ഗുഡ്. നിഫ്റ്റി 14-15% ആയിരിക്കും ഉണ്ടാവുക, 18% വിച്ച് ഇസ് വെരി ഗുഡ്. അപ്പോൾ ഇനി അങ്ങോട്ട് തരണം നിർബന്ധില്ല. പക്ഷേ അത്യാവശ്യം നല്ലൊരു മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഫുൾ പൈസയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല. നമ്മൾ കീപ്പ് ചെയ്യുന്ന ഫിലോസഫി ഇപ്പോൾ നമ്മൾ 80-20% ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും പോർട്ട്ഫോളിയോ സെക്ഷനിലേക്ക് വരികയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പരാഗ് പാരിക്കിൽ ഓൾമോസ്റ്റ് 54,000 ആണ് ഇൻവെസ്റ്റ് ചെയ്ത്. 52,000 ആണ്, 52.7 ആണ്. ബാക്കിയുള്ള പൈസ, അതായത് 13,000 നമ്മൾ HDFC ലിക്വിഡ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ലിക്വിഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ FD പോലത്തെ റിട്ടേൺസ് ഒക്കെ തരുള്ളൂ. വളരെ ലോ റിസ്ക് ആണ്.
പിന്നെ ലോ റിട്ടേൺ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ HDFCയുടെ നോക്കുകയാണെങ്കിൽ 1 ഇയറിൽ 7.3% കുറച്ച് കൂടുതലാണ്, അങ്ങനെ എല്ലാ വർഷം തരാൻ പോകുന്നില്ല. 3 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ 6.7, ഓക്കെ, റീസണബിൾ. 5 അപ്പോൾ 5 to 6% ഒക്കെ നമുക്ക് ലോങ് ടേമിൽ ഇന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനാണ് ലിക്വിഡ് ഫണ്ട് ഉപയോഗിക്കുന്നത്? ഒന്നുമില്ല, ബേസിക്കലി പൈസ വെറുതെ വെക്കുന്നതിന് പകരം സേവിങ്സ് അക്കൗണ്ടിൽ വെറുതെ 2.7% റിട്ടേൺസ് അല്ലേ കിട്ടുള്ളൂ ബാങ്കിൽ. അതിന് പകരം നമ്മൾ ലിക്വിഡ് ഫണ്ടിൽ വെക്കുന്നു. അതിൽ വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ 80 സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സിലും ബാക്കി 20% ഇതുപോലെ ലിക്വിഡ് ഫണ്ടിലും. ലിക്വിഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം, FDക്ക് തുല്യമായിട്ടുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പോൾ ആ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ലോജിക്കും നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബേസിക്കലി ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന Nifty 50 ആണ്. അപ്പോൾ നമുക്ക് Nifty 50 നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന് മുകളിലേക്ക് പോയോ താഴേക്ക് പോയോ എന്നുള്ളത് ബേസിക്കലി മനസ്സിലാക്കാം. Nifty 50 മാത്രമല്ല Nifty 500 ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എനിവേ, നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 23,170 ഇനി ഇത് താഴേക്കൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ലെറ്റ്സ് സേ 22 ലെവലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇനിയും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ 80-20 എന്നുള്ള സംഭവം ചിലപ്പോൾ 85-15 ആക്കും. വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകുകയാണെങ്കിൽ നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകുകയാണെങ്കിൽ അതാണ് നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും അതിനേക്കാളും ഇപ്പോൾ 20,000 ലെവൽസൊക്കെ പോകാൻ സാധ്യത കുറവാണ്. പോവുകയാണെങ്കിൽ നമ്മൾ ഒരു പക്ഷേ എന്ത് ചെയ്യും, ഫുൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ലിക്വിഡ് ഫണ്ടിലെ പൈസ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് മാറ്റും. അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഈ ഒരു സ്ട്രാറ്റജി ഓവർ ദ ലോങ് ടേം നല്ല റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള സ്ട്രാറ്റജിയാണ്. നിങ്ങളിത് ഫോളോ ചെയ്യണം എന്നല്ല പറയുന്നത്, പക്ഷേ ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്കിനി വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 ഫണ്ടിലേക്കും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു 80-20 സംഭവം കീപ്പ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ ഒരു പൈസ ദാറ്റ് ഈസ് 39,981 എന്ന് പറഞ്ഞാൽ ആ ഒരു പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. എമൗണ്ട് ഇൻവെസ്റ്റ് എത്രയാണ്, അതിൻ്റെ 80% എന്ന് പറയുമ്പോൾ 31,985 വരും. ബാക്കി 20% എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 8,000 റുപ്പീസ് വരും. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇപ്പോൾ ഞാൻ ലൈവായിട്ടെല്ലാം കാണിക്കുന്നില്ല, കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് UPI എല്ലാം കൂടെ ചെയ്തിട്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇത് ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോസ്റ്റ് ഇടുന്നതായിരിക്കും, അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഇനി നമ്മൾ ഓരോ മന്തിലും ഇത് കമ്മ്യൂണിറ്റി സെക്ഷനിൽ തന്നെ, അതായത് പോസ്റ്റ് സെക്ഷനിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. ഓരോ മാസവും ഫസ്റ്റ്, അതായത് ഒരു മാസത്തിൻ്റെ ഫസ്റ്റ് ഡേറ്റിന് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നീട് നമുക്കൊരു 3 മന്ത്സിലോ 6 മന്ത്സിലോ ഇൻ്റർവെല്ലിൽ നമുക്കിങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് പോർട്ട്ഫോളിയോയുടെ അസസ്മെൻറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കിയാൽ മിസ്റ്റേക്സ്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങൾ, എന്തെങ്കിലും എക്സ്ട്രാ മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി മാത്രമല്ല, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും നമ്മൾ ഈ ചാനൽ തരുന്നതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഇടാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പോസ്റ്റ് സെക്ഷൻ ചെക്ക് ചെയ്യണേ.